എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം ഇലക്ഷനൊക്കെ വരുവാൻ പോവുകയാണല്ലേ. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. പിന്നെ അതിനുശേഷം എന്താണ് നിയമസഭാ ഇലക്ഷൻ, അങ്ങനെ എന്താ പറയുക, പലതും പല പല ഇലക്ഷൻസ് ഘട്ടം ഘട്ടമായിട്ട് വരാൻ പോവുകയാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ഓരോരോ പൗരന്മാരാണ് അല്ലേ. നമ്മളായിരിക്കുന്ന രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾക്കറിയാം ഈ ദിവസം ഇന്ന് രാവിലെ ഞാനൊന്ന് വിചാരിച്ചു, പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുവാണല്ലോ, അപ്പോൾ എൻ്റെയൊക്കെ പേരുണ്ടോ അതിനകത്ത് എന്നൊന്ന് സെർച്ച് ചെയ്യണമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. കാരണം നമ്മളുടെ പേരൊന്നും അതിനകത്തില്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് വലിയ മീച്ചൊന്നും കാണിക്കത്തില്ല. കാരണം എന്താണ്? ഇവർക്കൊന്നും വോട്ടില്ല, അതുകൊണ്ട് നമ്മളോട് വലിയ മീച്ചൊന്നും കാണിക്കത്തില്ല. പക്ഷേ നമ്മൾക്ക് വോട്ടുണ്ടെങ്കിൽ ഇവർ അറ്റ്ലീസ്റ്റ് വോട്ട് ചോദിക്കാനെങ്കിലും എങ്ങോട്ട് വരും? നമ്മളുടെ അടുത്തോട്ട് വരും. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഇവരോടൊന്ന് മറുപടി പറയാനെങ്കിലുമുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം അന്നേരം ഇവർ വരുന്നത് എങ്ങനെയായിരിക്കും? വോട്ട് തരണേ എന്ന് ചോദിച്ചിട്ടായിരിക്കും വരുന്നത് അല്ലേ. നമ്മുടെ ആവശ്യവുമായിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴും ഇവർ എന്താ എന്നൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഞാനൊരു മെസ്സേജ് ഞാൻ കേട്ടു. അപ്പോൾ ആ ഒരു ദേവദാസൻ എങ്ങനെയാണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകണം, നമ്മളുടെ ചില ആൾക്കാർ അതിനകത്ത് നമ്മൾക്ക് അനുകൂലമാകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മെസ്സേജ് കേട്ടപാടെ ഞാൻ പെട്ടെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, കറക്റ്റ് കർത്താവേ, നമ്മുടെ വിശ്വാസ ഗോളത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഗോളത്തിൽ നിന്ന് ഒരുപാട് പേരെണ്ണം ഉണ്ട്, എന്താ പറയുക, കുറേ എണ്ണം ഉണ്ട് അല്ലേ, ഒരു ഉപകാരമില്ലാത്ത കുറേ എണ്ണം ഉണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, നമ്മുടെ വിശ്വാസ ഗോളത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഗോളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് എഴുന്നേൽക്കട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ പെട്ടെന്ന് ദൈവം എനിക്ക് ചില സംഭവങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നു. ഓക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവർ ഞാനുമായിട്ട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നവരൊക്കെയാണ്. അപ്പം അവർ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളല്ലേ, നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര വലിയ പൊസിഷനിലിരിക്കുന്നു അതിൻ്റെ ഡബിൾ ആക്കി നമ്മൾ പറയും. എന്തിനാ? ഈ കേൾക്കുന്ന ആൾക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവർ 2-3 പാർട്ടിയിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഭയങ്കര ആളാണ്, അവിടുത്തെ ഇതാണ്, ഇവിടുത്തെ ഇതാണ്. അത് അവർ പറയുവാൻ കാരണമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, ഒരു വ്യക്തിയെ ഞാൻ വില കൽപ്പിക്കുന്നത് ആ മനുഷ്യനിലുള്ള മനുഷ്യത്വത്തെ നോക്കിയാണ്. മനുഷ്യത്വം ഉണ്ടാകണം ഒന്ന്. പിന്നെ രണ്ടാമത് ദൈവത്തിൻ്റെ ആ ഒരു കൃപയുള്ള ആളായിരിക്കണം. ഇവർക്കാണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏത് കൊലക്കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും ഞാൻ അവരെ വലിയ അയ്യോ ആണോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോകാറില്ല. കാരണം നമ്മളുടെ ദൈവത്തെ കഴിഞ്ഞല്ലേ, നമ്മളാരാ? നമ്മുടെ രാജാവിൻ്റെ മക്കളാണ്. നമ്മളുടെ ദൈവത്തെ കഴിഞ്ഞ് വലിയ പുള്ളികളൊന്നും ഇവിടെ ആരുമില്ല. അതുകൊണ്ട് എന്നെ ഇത്ര വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊന്നും എന്നെ അധികം സ്വാധീനിക്കാറില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടത് ബഹുമാനം കൊടുക്കുന്നില്ലെന്ന് ഇവർക്ക് തോന്നുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇവർ വലിയ വലിയ പൊസിഷനിലാണെന്നൊക്കെ എന്നോട് സംസാരിക്കും. ഓക്കെ. അപ്പോൾ തമാശയായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ പൊസിഷനിലായിരിക്കുന്നെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ ഒന്ന് സഹായിക്കണ്ടേ എന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് തലത്തിലുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഞങ്ങളുടെയൊക്കെ പേരൊക്കെ ഒന്ന് ചേർത്തുകൂടെ? അതിന് എത്രയോ പേരുണ്ട്, അങ്ങനെ ഞങ്ങളെ എല്ലാവരെയൊക്കെ ഒന്ന് പരിഗണിച്ചുകൂടെ എന്നൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവരുടെ കയ്യിൽ നമ്മൾ ഭയങ്കര അതാണ്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെയൊക്കെ ഒന്ന് സഹായിച്ചുകൂടെ, ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിച്ചുകൂടെ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ എടുത്ത വൈകി ഇവരുടെ നേരെ ടോൺ മാറി. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളൊക്കെ വലിയ ലെവലിൽ നിൽക്കുന്നവരെ, നിങ്ങളെയൊക്കെ ദൈവം വേറെ ലെവലിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, സത്യമാണെന്ന് പറഞ്ഞു, ഞങ്ങളെയൊക്കെ ദൈവം വേറെ ലെവലിൽ കൊണ്ടുപോകും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും സഹായിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ നിങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരും. പക്ഷേ ദൈവം നമ്മളെ ഡയറക്റ്റ് സഹായിക്കുവാണെങ്കിലോ നമ്മൾ ആരുടെ മുൻപിൽ തലകുനിച്ചാൽ മതി? ആ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം തലകുനിച്ചാൽ മതി അല്ലേ. അതുകൊണ്ട് ദൈവം ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞാൽ തമാശ കൊണ്ടൊക്കെ നമ്മൾ അത് അവിടെ അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ സംസാരിക്കും, ഇങ്ങനെ തമാശകളൊക്കെ പറയും. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. ഓക്കെ. എന്തായാലും അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇതൊക്കെ പെന്തക്കോസ്തിലുള്ള ടീമുകളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ പെന്തക്കോസ്തിലുള്ള ഇവരെയും എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പെന്തക്കോസ്തിലുള്ള രാഷ്ട്രീയക്കാരെയും ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇവർ ചെയ്യുന്ന
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം, ഇവർ ചെയ്യുന്നത് കുറേ അച്ഛന്മാരുടെയും കുറേ ബിഷപ്പുമാരുടെയും കുറേ പാസ്റ്റർമാരുടെയും ഒക്കെ എന്താണ് ഹയർ ലെവലിൽ ഇരിക്കുന്നവരുടെ കുറേ പെണ്ണ് കേസ് ഒതുക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക പൈസ എന്താ പറയുക തട്ടിപ്പിൻ്റെ കേസ് ഒതുക്കുക, അല്ലെങ്കിൽ ഇവർ എവിടെയെങ്കിലും ഏതെങ്കിലും കുരുക്കിൽ ചെന്ന് ചാടിയിട്ട് അതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും കേസ് വരുമ്പോൾ അതിനകത്തുനിന്ന് ഇവർ ഊരിക്കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന പരിപാടികൾ അല്ലേ. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ബന്ധുക്കസ്തുകാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള അടക്കമുള്ള നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആരാണ് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കുഴപ്പത്തിൽ ചെന്ന് ചാടിയതും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ വിടുവിച്ചെടുക്കുവാനുമാണ് ഇവന്മാരെയും കൊണ്ട് ഉപകാരപ്പെടുത്തുള്ളൂ അല്ലേ. അതേസമയം ഒരു പാവപ്പെട്ടവന് ഇവന്മാരെയും കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഓർക്കുക, അപ്പോൾ ഈ ബന്ധുക്കസ്തിനകത്തുനിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോളത്തിനകത്തുനിന്നോ കുറേ എണ്ണം അധികാര കേന്ദ്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താണെന്നറിയാമോ, ഇവർക്ക് എന്താണുള്ളത്, ഇവർക്ക് എന്തുണ്ട്, സമാധാനമുണ്ട്, ഇവർക്ക് എന്താ പറയുക ദൈവത്തോടുള്ള എന്താ പറയുക ഭക്തിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഇവർക്കുണ്ട്. ഇവർ അറിയാത്ത മേഖല ഏതാണ്? ഇവരറിയാത്ത മേഖലയാണ് ഈ പെണ്ണ് കേസ്, പെണ്ണിൻ്റെ അല്ലെ പെണ്ണ്, പണം, അധികാരം, ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയൊക്കെ ഇവർ അറിഞ്ഞു, സമാധാനം അറിഞ്ഞു, യേശു ക്രിസ്തുവിനെ അറിഞ്ഞു, ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ എത്രത്തോളം ഇതിനകത്ത് നിൽക്കും, അതായത് വിശ്വാസവും ഈ ഭൗതിക നന്മകളും എത്രത്തോളം ഒരുപോലെ കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അതേസമയം ഇതിനകത്ത് അതായത് ഈ രാഷ്ട്രീയ ഗോളത്തിനകത്ത് തന്നെ നിൽക്കുന്നവർ അവരെന്താണ്, അവർ പെണ്ണിനെയും അറിഞ്ഞിട്ടുണ്ട്, അവർ പണവും അറിഞ്ഞിട്ടുണ്ട്, അവരെന്തുണ്ട്, അവർക്ക് അധികാരവുമുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കില്ലാത്തത് എന്താണ്, അവർക്ക് സമാധാനമില്ല, അവർ ജീവിക്കുന്ന ഒരു ദൈവത്തെ ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ വിശ്വാസ ഗോളത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കുറേ എണ്ണം ഇതിനകത്തോട്ട് പോകുന്നതാണോ, ഇതൊന്നും അറിയാതെ സമാധാനമില്ലാത്ത കുറേ എണ്ണം ഇങ്ങോട്ട് വരുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ഇവർ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ, അത് ചെറിയ പഞ്ചായത്ത് തൊട്ട് എവിടെ ഇരിക്കുന്നവരും എന്താകണം, അവർ ക്രിസ്തുവിനെ അറിയണം, അതല്ലേ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ക്രിസ്തുവിനെ അറിഞ്ഞവൻ മറ്റതിനകത്ത് പോയിട്ട് രാഷ്ട്രീയത്തിലും അധികാര സ്ഥാനങ്ങളിലോട്ടും പോയി കഴിഞ്ഞാൽ അവനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ നോക്കിക്കോ, അവരെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഈ അധികാരത്തിൽ മത്ത് പിടിച്ച് അത് മടുത്തവരാണ്. അവർക്ക് എന്താ വേണ്ടുന്നത്? അവർക്ക് വേണ്ടുന്നത് സമാധാനം വേണം, അവർക്ക് വേണ്ടുന്നത് ഇങ്ങനെ കരുണയുള്ളൊരു ദൈവത്തെ അവർക്ക് വേണം. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ 100% കണ്ണടച്ച് ദൈവത്തെ വിശ്വസിക്കും. അപ്പോൾ പിന്നെ അതിനപ്പുറം എന്താണ്, ദൈവമക്കളോടും അവർക്കൊരു സ്നേഹവും അനുകമ്പയും ഒക്കെ അവർക്കുണ്ടാകും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥന മാറേണ്ടത് എങ്ങോട്ടാണ്? എൻ്റെ അല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ഗൈഡൻസ് അത്. അപ്പോൾ നമ്മളുടെയൊക്കെ പ്രാർത്ഥന മാറേണ്ടത് എന്താണ്? നമ്മളുടെ ഇതിനകത്തുനിന്ന് കുറേ എണ്ണം അധികാര കേന്ദ്രങ്ങളിൽ എത്തട്ടെ എന്നല്ല, അതിനകത്തുള്ള കുറേ എണ്ണം ദൈവത്തെ അറിയണം. അപ്പോൾ ഈ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവർക്ക് എന്തുണ്ടാകും? മറ്റുള്ളവരോട് ഒരു അനുകമ്പയുണ്ടാകും, അവരുടെ മുൻപിൽ വരുന്ന നിസ്സഹായരോട് അവർക്ക് എന്തുണ്ടാകും? ഒരു സ്നേഹമുണ്ടാകും, ഇതൊക്കെ അവർക്കുണ്ടാകും. അതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ നാട് മൊത്തത്തിൽ നന്നാകും. എന്ന് വെച്ചാൽ നമ്മൾക്ക് മാത്രമല്ല, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും ഇവരെയും കൊണ്ട് ഗുണമുണ്ടാകും. അധികാരത്തിലിരിക്കുന്നവൻ എന്താണ്? അവൻ നല്ലവനും അവൻ കൃപയുള്ളവനും കരുണയുള്ളവനും മനുഷ്യത്വമുള്ളവനുമാണെങ്കിൽ അത് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും എന്തുണ്ടാകും? അത് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, പക്ഷേ നമ്മളുടെ പ്രാർത്ഥനയുടെ ലെവലൊന്ന് മാറണം. ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇതിനകത്തുനിന്ന് നമ്മളുടെ വിശ്വാസഗോളത്തിൽ നിന്ന് കുറേ എണ്ണം അധികാര കേന്ദ്രങ്ങളിലോട്ട് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇന്ന് ദൈവം എനിക്ക് ആ ഒരു ഗൈഡൻസ് തന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റി. കാരണം ഇതിനകത്തുള്ളവനല്ല, പുറത്തുള്ളവൻ അധികാരത്തിലിരിക്കുന്നവൻ എങ്ങോട്ട് വരണം? ഇങ്ങോട്ട് വരണം. നമ്മുടെ ദൈവത്തെ അറിയണം. എന്നാലേ ലോകത്തിന് നമ്മുടെ രാജ്യത്തിനൊക്കെ എന്തുണ്ടാകത്തുള്ളൂ? ഗുണമുണ്ടാകത്തുള്ളൂ. കാരണം മനുഷ്യത്വവും കൃപയും കരുണയും ഉള്ളവൻ അധികാരത്തിലിരുന്നാലേ ജനത്തിന് ഗുണമുണ്ടാകത്തുള്ളൂ അല്ലേ. നമ്മുടെ ദാവീദ് രാജാവിനെ എടുത്ത് നോക്കിക്കേ, പുള്ളി എന്താണ്? പുള്ളി അനുകമ്പയുള്ളൊരു രാജാവായിരുന്നു അല്ലേ. അനുകമ്പയുള്ള രാജാവായതുകൊണ്ട് അല്ലേ, പുള്ളിയുടെ ചരിത്രമൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്താണ്? പുള്ളിയുടെ എന്താ പറയുക, അവിടെ എന്ന് വെച്ചാൽ പുള്ളിയുടെ വീട്ടിലുമാണെങ്കിലും അവിടെ ഓരോ ഇസ്രായേൽ മക്കളോടൊക്കെ പറയും, നിങ്ങൾ വേലക്കാരെ എടുക്കുമ്പോൾ, അതായത് സെർവൻസിനെ എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് എടുക്കരുത്, അതിന് വെളിയിൽ നിന്ന് എടുക്കാവുള്ളൂ. കാരണം അത്രത്തോളം തൻ്റെ സ്വന്തം ജനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ്. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ മേഖലകളിലും. പഞ്ചായത്തിൻ്റെ തൊട്ട് പൊക്കത്തിലോട്ടിരിക്കുന്ന നേതാക്കന്മാർ എന്തായിരിക്കണം? ജനത്തിനോട് കരുണയും മനുഷ്യത്വവും ഉള്ളവരായിരിക്കണം, ജനത്തിനോട് അനുകമ്പയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ പല പ്രാവശ്യം ഒരാളെ ചുമ്മാ നിസ്സാര വിഷയത്തിന് ഒരു 5-8 പ്രാവശ്യം നടത്തിക്കുന്നവരല്ല. ഒരു പ്രാവശ്യമാണെങ്കിൽ പോലും ആത്മാർത്ഥതയോടെ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ മനസ്സാക്ഷിയുള്ളവനായിരിക്കണം. ആ ഒരു മനസ്സാക്ഷി എവിടുന്നാണ് വരേണ്ടത്? അത് ദൈവത്തിൽ നിന്ന് മാത്രമേ അവനത് വരത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആയിത്തീരണം അവർ. അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥനയുടെ ഒരു ലെവൽ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക. കാരണം നമ്മൾക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. എന്താ നമ്മുടെ റോള്?
പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ എന്താണ്? ചങ്ങലകൾ അഴിയും, അല്ലേ? കാരാഗൃഹത്തിൻ്റെ വാതിലുകളെ തുറക്കും. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾക്കും ആർക്കും ഇവരുടെ മുൻപിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരത്തില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ എന്താണ് സഹോദര വേണ്ടുന്നത്, എന്താണ് സഹോദരി വേണ്ടുന്നതെന്നും നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിക്കത്തക്കവണ്ണമുള്ള കുറേ എണ്ണത്തിന് ദൈവം എഴുന്നേൽപ്പിക്കണം. അങ്ങനെയുള്ള കുറേ പേരുടെ മനസ്സിനെ ദൈവം മനുഷ്യത്വമുള്ളതാക്കി തിരിക്കണം. അതായിരിക്കണം ഇനി നമ്മളുടെ പ്രാർത്ഥന. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.